പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 25-ാം തീയതി ശനിയാഴ്ച. ഈ മാസത്തിന്റെ 4ാമത്തെയും അവസാനത്തെയും ശനിയാഴ്ചയിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം. സെയിന്റ് ജോൺ ചാപ്റ്റർ 12 വേഴ്സ് 36 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കൾ ആകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. പെസഹ പെരുന്നാളിന്റെ ദിനങ്ങൾ അടുക്കുമ്പോൾ പലയിടങ്ങളിലായി ചിതറപ്പെട്ട യഹൂദന്മാർ യെരുശലേമിൽ ഒത്തുകൂടും. അങ്ങനെ പെരുന്നാളിനോടനുബന്ധിച്ച് യെരുശലേമിലെത്തിയ ചില യവനന്മാർ ഫിലിപ്പോസിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് കാണണം. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അങ്ങനെ അന്ത്രയോസും ഫിലിപ്പോസും ഈ വിവരം യേശുവിനെ ധരിപ്പിച്ചു. ഈ സമയത്ത് തന്റെ അന്ത്യദിനങ്ങൾ അടുത്തുവെന്ന് ആത്മാവിൽ ഗ്രഹിച്ച യേശു അത് സംബന്ധിച്ച ചില വെളിപ്പെടുത്തലുകൾ പറയുകയാണ്. എന്നാൽ തന്റെ അടുക്കൽ വന്നവർക്ക് എന്താണ് യേശു പറയുന്നത് എന്ന് വ്യക്തമായി ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. തന്റെ അന്ത്യദിനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ യേശു വളരെ വ്യക്തമായി പറഞ്ഞിട്ട് അതിന്റെ അവസാന ഭാഗമായി ഇന്ന് നാം വായിച്ചു കേട്ട വാഗ്ദത്ത വചനം പറയാണ്: വെളിച്ചം ഉള്ളിടത്തോളം നിങ്ങൾ വെളിച്ചത്തിൽ വിശ്വസിക്കണം. എന്തിനു വേണ്ടി? വെളിച്ചത്തിന്റെ മക്കളാകുവാൻ. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കുകയില്ല. അവർ വെളിച്ചത്തിലേക്കായിരിക്കും പ്രകാശിക്കുക. അതുകൊണ്ട് നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കൾ ആകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം നിങ്ങൾ വെളിച്ചത്തിൽ വിശ്വസിക്കണം. അതെ, നിങ്ങൾ എന്നെ കാണാൻ വന്നു. എന്നെക്കുറിച്ച് പല ഇത് കേട്ടു, പലത് നിങ്ങൾ അറിഞ്ഞു. ഒരു കാഴ്ചക്കാരായിട്ട് മാത്രമായി തീരാതെ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകണം. അതായത് ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുവിൽ കൂടെ പുത്രത്വത്തിന്റെ അവകാശത്തിൽ വന്ന് നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളായി തീരുവാൻ ഈ വെളിച്ചമാകുന്ന യേശുവാകുന്ന ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. അല്ലാതെ എന്നെ കണ്ട് തൃപ്തി അടഞ്ഞ് മടങ്ങുന്നവരായി തീരരുത്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വളരെ ഗൗരവമേറിയ പല ചിന്തകളും ചോദ്യങ്ങളും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ നമ്മുടെ മുൻപാകെ ഉന്നയിക്കുന്നുണ്ട്. നാം പലപ്പോഴും ആരാധനയിൽ സംബന്ധിക്കുന്നു, കൂട്ടായ്മ കൂടുന്നു, കർത്തൃമേശ ഹോളി കമ്മ്യൂണിയൻ കൈക്കൊള്ളുന്നു, ഉപവാസം അനുഷ്ഠിക്കുന്നു, ആരാധനയിൽ വിവിധ മേഖലകളിൽ പങ്കുചേരുന്നു. നമ്മൾ തൃപ്തിയായി ആ ഒരാഴ്ച സ്വസ്ഥമാണ്, ഹാപ്പിയാണ്. കാരണം പള്ളിയിൽ പോയി, ആരാധനയ്ക്ക് പോയി, ഗായക സംഘത്തിൽ പാടി, ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. അതൊന്നും കൂടാതെ നാം വിശുദ്ധ സംസർഗ മേശയിൽ പങ്കുചേരുകയും ചെയ്തു. ഒരാഴ്ചത്തെ ഡ്യൂട്ടി ക്ലീൻ, ഒന്നും ചോദ്യം ചെയ്യാനില്ല. ഇത് സഭയോടുള്ള ബന്ധത്തിൽ. ഇനി കുടുംബപരമായും വ്യക്തിപരമായോ, അതെ, കൃത്യമായി ഞാൻ രാവിലെ പേഴ്സണലായിട്ട് ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കുടുംബ പ്രാർത്ഥന,
കൃത്യമായി നടത്തുന്നു. വൈകുന്നേരവും അത് തന്നെ, ഞാൻ ദശാംശം കൃത്യമായി കൊടുക്കുന്നു. അതെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, മാത്രമല്ല സഭാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ കൃത്യമാണ്. ആർക്കും ചോദ്യം ചെയ്യാനില്ല. ഇത് ശരിയാ. എന്നാൽ ഇവിടെയാണ് ഒരു ചോദ്യം ഉയരുന്നത്. താങ്കൾ വെളിച്ചത്തിന്റെ മകനാണോ മകളാണോ? യേശു അപ്പച്ചനാകുന്ന, ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുവിന്റെ മകനാണോ മകളാണോ? നിങ്ങൾ ഉന്നത കുലജാതരായിരിക്കാം, ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം, വലിയ പൊസിഷനിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, സാമ്പത്തികമായി വളരെ ഉന്നമനം ഉള്ളവരായിരിക്കാം. ഇതൊന്നും ഇവിടെ പ്രസക്തമല്ല. അതെ, യേശു അപ്പച്ചന്റെ മകനും മകളുമാണെങ്കിൽ മാത്രമേ സ്വർഗത്തിലെ ദൈവം പരിഗണിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം ചെയ്താലും കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. യേശു തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, അനേക വീര്യപ്രവൃത്തികൾ ചെയ്തു. വളരെ സന്തോഷത്തോടെ ശുശ്രൂഷയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ച ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ തന്നെ സന്തോഷിപ്പീൻ. സ്വർഗത്തിൽ പേരെഴുതണമെങ്കിൽ യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച ഒരാളായിരിക്കണം. യേശുവിനെ രക്ഷകനും കർത്താവുമായി, എന്റെ വീണ്ടെടുപ്പുകാരനായി ഞാൻ സ്വീകരിച്ചിരിക്കണം. അല്ലാതെ പ്രിയമുള്ളവരെ, നമ്മൾ എന്തെല്ലാം ചെയ്താലും, എത്ര പ്രസംഗിച്ചാലും, എത്ര ജീവജലം ചെയ്തയച്ചാലും കേട്ടാലും, പള്ളിയിൽ, ആരാധനയിൽ, ശുശ്രൂഷകളിൽ എന്തെല്ലാം ചെയ്താലും സ്വർഗം അത് അംഗീകരിക്കുകയില്ല. കാരണം അത് തന്നെ അവിശ്വാസികളും അക്രൈസ്തവരും നമ്മളെക്കാട്ടിൽ നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ, സ്വസ്ഥമായ ജീവിതം, ആർക്കും ദോഷം ചിന്തിക്കാത്ത ജീവിതം നിർവഹിക്കുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളും വെളിച്ചത്തിന്റെ മക്കളായി ഇരുളിന്റെ അനുഭവം വിട്ടുവന്ന് ദൈവ പൈതലായി തീരുമ്പോൾ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്നവരായി തീരും. അതെ, ഒരു യഥാർത്ഥ ക്രൈസ്തവന്റെ, ക്രിസ്ത്യാനിയുടെ, ദൈവ പൈതലിന്റെ മൂല്യം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കൊടുക്കുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ആഹ്വാനം ചെയ്യുക. അവരവർ ചിന്തിക്കുക, ഞാനൊരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ വ്യക്തമായ കാഴ്ചപ്പാടോടെ വെളിച്ചത്തിന്റെ മകനും മകളുമായി കർത്താവിൽ പരിപൂർണമായി വിശ്വസിച്ച് ആ പ്രകാശം പരത്തുന്ന ഒരു വ്യക്തിയാണോ, അതോ എന്നിൽ ഇരുളാണോ നിറഞ്ഞിരിക്കുന്നത്? എന്നിൽ നിന്ന് പ്രവഹിക്കുന്നത് ഇരുട്ടിന്റെ, അന്ധകാരത്തിന്റെ ശക്തികളും സംസാരങ്ങളും നെഗറ്റീവ് എനർജിയുമാണോ? അതോ ഞാൻ സംസാരിക്കുമ്പോൾ, ഞാൻ ഇടപെടുമ്പോൾ, ഞാൻ ഒരാളെ കാണുമ്പോൾ ആളിൽ, എന്നിൽ നിന്നും പോസിറ്റീവ് എനർജി, ദൈവകൃപ, വേദനയിലും വിഷമത്തിലും ഇരിക്കുന്ന ആ വ്യക്തിക്ക് മുഖത്തൊരു പ്രകാശം, അദ്ദേഹത്തിന്റെ കണ്ണ് തിളങ്ങുന്നുണ്ടോ? എന്നിൽ നിന്നും ബഹിർഗമിച്ച വചനങ്ങൾ, വാക്കുകൾ, പ്രാർത്ഥനകൾ ആളിൽ സ്വാന്തനം ഉളവാക്കിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളും വെളിച്ചത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് ഇന്ന് പകൽ വെളിച്ചത്തിന്റെ മക്കളായി അന്ധകാരത്തിന്റെ സകല ദുഷ്പ്രവൃത്തികളും വിട്ടുകളഞ്ഞ് ദൈവവൈതലായി നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിക്കാം. അതേ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളും ഈ കർത്താവിൽ പരിപൂർണമായി അടിയുറച്ച് വിശ്വസിക്കുക. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് എന്നെ നടത്തുവാൻ, പരിപാലിക്കുവാൻ മതിയായവനാ. ഈ മെയ് മാസത്തിന്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് കർത്താവ് നമ്മെ പ്രവേശിപ്പിച്ചു.
ഒരാഴ്ച വട്ടം കൂടെ അതാത് രാജ്യങ്ങളിൽ സ്ഥാനങ്ങളിൽ ദൈവം നമ്മെ പരിപാലിച്ചു. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രശ്നങ്ങളില്ല എന്നല്ല, ഭാരങ്ങളും ഒറ്റപ്പെടലുകളും ഒറ്റപ്പെടുത്തലുകളും വേദനകളും വ്യക്തി ജീവിതത്തിന്റെയും കുടുംബ ജീവിതത്തിന്റെയും കുഞ്ഞുങ്ങളുടെയും സാമ്പത്തികത്തിന്റെയും ജോലിയുടെയും ആരോഗ്യത്തിന്റെയും പ്രതിസന്ധികൾ, ഭാരങ്ങൾ നമ്മിലുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ ഇവയെല്ലാം അതിജീവിപ്പാൻ ഉയരത്തിലെ ശക്തി മതിയായതിനാണ്. കാരണം പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തുടനിൽക്കുന്നതാണ്, തികഞ്ഞു വരുന്നതാണ്. നിന്റെ ബലഹീനതയെ ഓവർകം ചെയ്യുവാൻ എന്റെ കൃപയും എന്റെ ശക്തിയും മതിയായതാണ്. അതെ, ഈ മെയ് മാസം 25-ാം തീയതി ശനിയാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്മേൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ലോകത്തിന്റെ ഏത് വൻകരയിലാണോ അവിടെയെല്ലാം ദിവ്യ സമാധാനത്താൽ തമ്പുരാൻ നിറക്കട്ടെ. വെളിച്ചത്തിന്റെ മക്കളായി നല്ല ഫലം കായ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരാഴ്ച വട്ടം കൂടെ തമ്പുരാൻ ഞങ്ങളെ നടത്തി പരിപാലിച്ചു. ഓരോ ദിനവും അങ്ങയിൽ നിന്നും അനുഭവിക്കുന്ന നന്മകൾക്കായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ വെളിച്ചത്തിന്റെ മക്കളായി തീരുവാൻ, വെളിച്ചം ഉള്ളിടത്തോളം യേശു ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ, യേശുവിനെ അറിഞ്ഞു ജീവിപ്പാൻ, യേശുവിൽ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ ഇരുളിന്റെ പ്രവൃത്തികൾ മാറുവാൻ, ഇരുളിന്റെ അംശങ്ങൾ ഞങ്ങളിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാകുവാൻ, മറ്റുള്ളവരിലേക്ക് പ്രകാശം പരത്തുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്ന് ഈ വചനം കേട്ട ഓരോ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി അതാത് സ്ഥാനങ്ങളിൽ അനുഗ്രഹത്തോടെ ഞങ്ങളെ കാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും വെളിച്ചത്തിന്റെ മക്കൾ ആണോ അല്ലയോ എന്ന് സ്വയം ശോധന ചെയ്ത് വിലയിരുത്തുക. നാം അറിഞ്ഞോ അറിയാതെയോ എവിടെയെങ്കിലും ഇരുളിന്റെ കരിനിഴൽ അടിച്ചിട്ടുണ്ടെങ്കിൽ യേശുവാകുന്ന ദിവ്യ വെളിച്ചത്താൽ അതിനെ നിഷ്കാസനം ചെയ്ത് പ്രകാശപൂരിതമായി ധന്യമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സാക്ഷിക്കുവാനും സേവിക്കുവാനും ഇന്നത്തെ ദിനം ഇടയാക്കട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.